പ്രണയം വിവാഹത്തിലൂടെ ഒന്നിച്ച ഒരു ചിരലൊക്കെ ഇടയ്ക്ക് വെച്ച് വഴിപിരിയാറുണ്ട്. വിവാഹവും വിവാഹമോചനങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുമുണ്ട്. യൂട്യൂബറായ സുജിൻ കൃഷ്ണന്റെയും നിതയുടെയും വിവാഹമോചനമാണ് ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രണയത്തിലായിരുന്ന കാലം മുതലുള്ള എല്ലാ വിശേഷങ്ങളും സുജിൻ ബ്ലോഗിലൂടെ പങ്കിടാറുണ്ടായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു പൊന്നു സുജിനോടൊപ്പം ഇറങ്ങിപ്പോരുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു പ്രണയവും വിജയത്തിലേക്ക് എത്തില്ലല്ലോ. തുടക്കത്തിൽ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. സാമ്പത്തികവും മാനസികമായും അത്രയധികം പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. ഈ യൂട്യൂബ് വീഡിയോകൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ് വരുമാനം കൂടിയത്. പുതിയ വീടും ഇഷ്ടവാഹനങ്ങളുമെല്ലാം സ്വന്തമാക്കിയത് അതിനുശേഷമായിരുന്നു. യൂട്യൂബ് മാത്രമല്ല, ഇപ്പോൾ ബിസിനസ്സുമുണ്ട്. അതുമാത്രമല്ല, വരുമാന മാർഗം എന്നായിരുന്നു സുജിൻ പറഞ്ഞത്. എൻ്റെ നാട്ടിലാണ് പഠിച്ചതെങ്കിലും ഞാൻ അന്നൊന്നും നിതയെ കണ്ടിരുന്നില്ല. യാദൃച്ഛികമായി കണ്ടുമുട്ടിയതും ഇഷ്ടം പറയുന്നതും. ഇഷ്ടം പറഞ്ഞവരെ പൊന്നൂസ് ബ്ലോക്ക് ചെയ്തിരുന്നു. കൂട്ടുകാർ ഈ സംഭവത്തെ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് എനിക്ക് നമ്പർ കിട്ടുന്നത്. ഞാൻ അപ്പോൾ ഒരു ഹായ് അയച്ചിരുന്നു. ശബരിമലയ്ക്ക് പോകുന്ന നോമ്പായതിനാൽ അധികം ചാറ്റൊന്നും നടത്തിയിരുന്നില്ല. പിന്നീടാണ് ആരാണ് എന്ന് ചോദിച്ച് നിത സുജിത്തിന് മെസ്സേജ് അയക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഫോണിൽ നിതയുടെ നമ്പർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ തുടങ്ങിയ ബന്ധമായിരുന്നു എന്ന് ലവ് സ്റ്റോറി എന്ന് പറയുന്നു സുജിൻ. ശബരിമല ദർശനമൊക്കെ കഴിഞ്ഞ് മാലയൊക്കെ ഊരിയ ശേഷമാണ് കൂടുതൽ പരിചയപ്പെട്ടത്. നമ്മൾ പെട്ടെന്ന് എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. വീട്ടിൽ എന്തോ കല്യാണാലോചന വരുന്ന സമയത്താണ് അവൾ ഇഷ്ടം പറയുന്നത്. ഓട്ടോക്കാരനെ കെട്ടാൻ തയ്യാറല്ലെങ്കിൽ പോന്നു എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. നിത എല്ലാ കാര്യങ്ങളും അമ്മയുമായി ഷെയർ ചെയ്യുമായിരുന്നു. അത്രയും കൂട്ടായിരുന്നു രണ്ടുപേരും. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയോട് ചോദിച്ചതിന് ശേഷമാണ് അഭിപ്രായം പോലും പറയുന്നത്. 2017 ജനുവരി 7-നായിരുന്നു നിത എന്നോട് ഇഷ്ടം പറയുന്നത്. അടുത്ത മാസമായി ആദ്യമായി കാണുന്നത്. വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പരിപാടി ഉണ്ടെന്നും അന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. അങ്ങനെയാണ് സ്കൂട്ടറിൽ അവളെ കാണാൻ പോയത്. നിധിയോട് ഡാൻസ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് കണ്ടത്. അന്ന് തന്നെ അമ്മയും പരിചയപ്പെട്ടിരുന്നു. കൂടെ പഠിക്കുന്ന കുട്ടിയായിരുന്നു എന്നാണ് പറഞ്ഞത്. നിധയ്ക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീടായിരുന്നു പ്രണയം വീട്ടിൽ പറയുന്നത്. അച്ഛനും അമ്മയും എതിർപ്പോടായിരുന്നു നിധയുടെ സുജിത്തിനൊപ്പം പോയത്. വിവാഹം കഴിഞ്ഞ് അമ്മയ്ക്കൊപ്പം കുഞ്ചൂസിനൊപ്പമുള്ള സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. തുടക്കത്തിൽ പിണക്കമൊന്നുമില്ലെങ്കിലും അച്ഛനും അമ്മയും പിന്നീട് മകളെ സ്വീകരിച്ചിരുന്നു. ഇനിയും പഠിക്കണമെന്ന്, സ്വന്തമായി ജോലി വേണമെന്ന് നിധിയുടെ ആഗ്രഹത്തിന് പിന്തുണയും അറിയിച്ചിരുന്നു. മക്കളുടെ വിശേഷങ്ങളും കുഞ്ചൂസിനൊപ്പം വീഡിയോകളുമൊക്കെയായിരുന്നു നിത പങ്കുവച്ചിരുന്നത്. സുജിനെ മാത്രം കാണുന്നില്ലല്ലോ എന്ന ചോദ്യങ്ങൾ, നിങ്ങളിപ്പോഴും ഒന്നിച്ചില്ലേ എന്ന ചോദ്യങ്ങൾ ഇടയ്ക്ക് ഉയർന്നു വന്നിരുന്നു. ചർച്ചകൾ നടക്കുന്നതിനിടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇരുവരും വേർപിരിഞ്ഞു എന്ന് അറിയിച്ചത് സുജിന്റെ സഹോദരയാരുടെ ഈ വിഷയത്തെക്കുറിച്ച് മൗനം പാലിക്കുകയായിരുന്നു.